الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا ما لنا لا نرى رجالا كنا نعدهم من الأشرار اتخذناهم سخريا أم زاغت عنهم الأبصار إن ذلك لحق تخاصم أهل النار قل إنما أنا منذر وما من إله إلا الله الواحد القهار رب السماوات والأرض وما بينهما العزيز الغفار قل هو نبأ عظيم أنتم عنه معرضون ما كان لي من الملأ الأعلى إذ يختصمون إذ يوحى إلي إلا أنما أنا نذير مبين إذ قال ربك للملائكة إني خالق بشر من طين فإذا سويته ونفخت فيه من روحه فقعوا له ساجدين فسجد الملائكة كلهم أجمعون إلا إبليس استكبر وكان من الكافرين قال يا إبليس ما منعك أن تسجد لما خلقت بيدي أستكبرت أم كنت من العالين قال أنا خير منه خلقتني من نار وخلقته من طين قال فاخرج منها فإنك رجيم وإن عليك لعنتي إلى يوم الدين قال رب فانظرني إلى يوم يبعثون قال فإنك من المنظرين إلى يوم الوقت المعلوم قال فبعزتك لأغوينهم أجمعين إلا عبادك منهم المخلصين قال فالحق والحق أقول لأملأن جهنم منك ومن تبعك منهم أجمعين قل ما أسألكم عليه من أجر وما أنا من المتكلفين إن هو إلا ذكر للعالمين ولتعلمن نبأه بعد حين. സ്നേഹമുള്ള സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് സ്വാദ് 62-ാമത്തെ ആയത്ത് മുതൽ 88-ാമത്തെ ആയത്ത് കൂടിയുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ വായിച്ചത്. ഈ സൂറത്ത് ചെറിയ ചെറിയ ആയത്തുകളാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം ശ്രദ്ധിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അതിലധികം പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിച്ചാലും പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുകയാണെങ്കിൽ വലിയ പ്രതിഫലമുണ്ടാകും. ബാക്കി കാര്യങ്ങളും അള്ളാഹുവിലേക്ക് എത്തിക്കുക. അങ്ങനെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തോടുകൂടി എല്ലാം കരുണയോടുകൂടി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഗൗരവപൂർവ്വം പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സാദ് നമുക്ക് പഠിക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. ഇന്നു മുതൽ
ഈ സൂറത്ത് അവസാനിക്കുകയാണ്. ഖുർആൻ ഉദ്ധരിക്കുക. അവർ പറഞ്ഞു, മാലന, ഞങ്ങൾക്ക് എന്തു പറ്റി, ലാനറ, നമുക്ക് അറിയുന്നില്ലല്ലോ, മാലറ, നമുക്ക് കാണുന്നില്ലല്ലോ, ഇജാലൻ, ഒരു മനുഷ്യനെയും കാണുന്നില്ലല്ലോ, ഉന്നാനർദ്ദുഹും, നമ്മൾ ഇതിനെ എണ്ണി കണക്കാക്കുന്നുണ്ട്, ഇല്ലശ്രാർ, ദുഷ്ടന്മാരിൽ നിന്ന് എണ്ണി കണക്കാക്കുന്നുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയാണ്. അതാണ് ഇനി മുതൽ അങ്ങോട്ട് പറയുന്നത്. ഇത്തഹദ്നാഹും സുഹരിയൻ, ഇത്തഹദ്നാഹും, നാം അവരെ ആക്കിയിരിക്കുന്നു, സുഹരിയൻ, പരിഹാസ്യമാക്കിയിരിക്കുകയാണ്. അൻഹും അൽ അബ്സാർ, അത് വക്രീകരിച്ചിരിക്കുകയാണ്, അൻഹും, അവരിൽ നിന്ന്, അൽ അബ്സാർ, കാര്യങ്ങളെല്ലാം വക്രീകരിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി പഠിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. ഇന്നതാരിക്ക, ഇത് എല്ലാം ഹക്കുൻ, സത്യമാണ്, അഹ്ലിന്നാർ, ജനങ്ങൾക്ക് നന്നായി പഠിക്കണം എന്ന് ബോധ്യമുള്ള ആളുകൾക്കുള്ള അവസ്ഥയുമാണ്. മുഹമ്മദ് നബിയെ താങ്കൾ പറയുക, ഇന്നമാ അന മുൻദിറുൻ, തീർച്ചയായും ഞാൻ താക്കി നൽകുന്നവരാണ്, മുന്നറിയിപ്പുകാരൻ മാത്രമാകുന്നു. അന്തറ യുന്തിർ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പുകാരൻ എന്നാണ്. ഇന്നമാ അന മുൻദിറുൻ, തീർച്ചയായും ഞാൻ ഒരു മുന്നറിയിപ്പുകാരനാകുന്നു. ഒമാമിൻ ഇലാഹിൻ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ, അൽ വാഹിദു, ഏകനായ, അൽ ഖഹാറു, അടക്കി ഭരിക്കുന്നവരുമായ. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് ഇതിന്റെ ഈ സുഹൃത്തുക്കളിലെല്ലാം തൗഹീദ്, ഇസാലത്ത്, ആഖിറത്ത് എന്നീ 3 കാര്യങ്ങളാണ് ഈ കാര്യത്തിൽ സൂക്ഷിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ പറഞ്ഞത് ഒമാമിൻ ഇലാഹിൻ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടക്കം മുതൽക്ക് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അള്ളാഹു മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്ത എല്ലാം, പ്രത്യേകിച്ച് നമ്മുടെ കഅബ ആലയത്തിൽ അവർ സൂക്ഷിച്ചിരിക്കുന്ന ഒരുപാട് വിഗ്രഹങ്ങളുണ്ട്, അതെല്ലാം പാടില്ലാത്തതാണ്. ഇബ്രാഹിം നബി അതിനെ ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒഴിവാക്കിയതാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹു അല്ലാതെ ഇലാഹില്ല. അൽ വാഹിദ്, അവൻ ഏകനാകുന്നു. അൽ ഖഹാർ, അവൻ അടക്കി ഭരിക്കുന്നവനുമാകുന്നു. റബ്ബിസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ വിധാതാവാണവൻ, ആകാശഭൂമികളുടെ വിധാതാവാണ്, വല്ലർദ്, ഭൂമിയുടെയും. ഒമാ ബൈനഹുമാ, അവക്കിടയിലുള്ളതിന്റെയും, അൽ അസീസ്, അജയ്യനായ, അൽ ഗഫൂർ, പരമാവധി പുറത്തു കൊടുക്കുന്ന, ധാരാളമായി പുറത്തു കൊടുക്കുന്നതുമായ ആ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇവിടെയുള്ളത് എന്ന് അവൻ പറയാണ്. അപ്പൊ ആ കാര്യം ഇവിടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് അവസാനിപ്പിക്കുമ്പോഴും ഈ കാര്യം തന്നെയാണ് പറയുന്നത്. ഇത് നോക്കൂ, പറയുക, വനബഉൻ അദീം, അത് മഹത്തായ സന്ദേശമാകുന്നു. നബ എന്ന് പറഞ്ഞാൽ വാർത്തകളിൽ നിന്നാണ്, സന്ദേശമാകുന്നു. അന്തും, നിങ്ങൾ, അൻഹു മുഅ്രിദൂൻ, അവരിൽ നിങ്ങൾ തള്ളിപ്പറയുകയാണ്. മുഅ്രിദൂൻ, അന്തും, നിങ്ങൾ, അൻഹു, അവനെ സംബന്ധിച്ചിടത്തോളം മുഅ്രിദൂൻ, തടയപ്പെടുന്നവരാകുന്നു, തള്ളിപ്പറയുന്നവരാകുന്നു. മാക്കാനലിയ മിൻ ഇൽമിൻ, അവന്റെ ഒരു വിജ്ഞാനവുമില്ല ബിൽ മലയില്ല, അവന് അത്യുന്നതനായ പ്രമാണികമാരെ കുറിച്ചല്ലാതെ. നിങ്ങൾ പരസ്പരം തർക്കിക്കുന്നവരാകുന്നു, നിങ്ങൾ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്, അത് ഒഴിവാക്കണം. എനിക്ക് അവതരിപ്പിക്കപ്പെട്ട ദൈവിക സന്ദേശം, ആ സന്ദേശം തീർച്ചയായും ഇല്ല അന നദീറുൻ, ഞാൻ മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാണ്. നദീറും, മുന്നറിയിപ്പ് നൽകുന്നവരും, മുബീൻ, വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാകുന്നു. അതുകൊണ്ട് ഞാൻ എന്നെ ഏൽപ്പിക്കപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്ദേശം നിരന്തരമായി അനുസ്മരിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലുണ്ടായിരുന്ന കാലഘട്ടത്തിലും ഇത് ആവർത്തിച്ചു പറയാണ്, ഇന്നമാ അന നദീറും മുബീൻ,
ഇത് വ്യക്തമായ നദീർ മുന്നറിയിപ്പുകാരനാണ് ഞാൻ കേവലം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നടത്തുന്നവനാണ്. നോക്കൂ, ഇത് കാല പറഞ്ഞു മലായിക്കത്തി പറഞ്ഞു, ഇന്നീ ഖാലിഖുൻ, ഞാൻ നിങ്ങളെ സൃഷ്ടാവാണ്, ബശറൻ, മനുഷ്യനെ സൃഷ്ടിക്കുന്നവനാണ്, കളിമണ്ണിൽ നിന്ന്. മനുഷ്യനെ അല്ലാഹു തആല മലക്കോട് പറഞ്ഞു, ഇന്നീ ഖാലിഖുൻ ബശറൻ മിൻ തീൻ, കളിമണ്ണിൽ നിന്ന് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു, കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. ഫൈദാ സവ്വൈതുഹു, അവൻ നമ്മൾ പൂർത്തീകരിച്ചപ്പോൾ, വനഫഖ്തു ഫീഹി, അതിൽ നമ്മൾ ഊതുകയും ചെയ്തപ്പോൾ, മിർ റൂഹി, എന്റെ ആത്മാവിൽ നിന്ന് ഊതുകയും ചെയ്തപ്പോൾ, ഫഖഉ, അവർ വീണുപോയി, ലഹു, അവന് സാജിദീൻ, സുജൂദിലായിട്ട് വീണുപോയി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസ്മരിച്ചുകൊണ്ട് പറയാണ്. ഈ കഥ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് വീണ്ടും അനുസ്മരിക്കുകയാണ്. ഇത് നാളെ മലക്കരകൾ പറഞ്ഞു, ഇന്നീ ഖാലിഖുൻ, ഞാൻ സൃഷ്ടാവാണ്, ബശറൻ, മനുഷ്യനെ സൃഷ്ടിക്കുന്ന സൃഷ്ടാവാണ് ഞാൻ. എന്തിൽ നിന്ന്? കളിമണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ഫൈദാ സവ്വൈതുഹു, അങ്ങനെ അതിനെ നമ്മൾ ഊതിയപ്പോൾ, നഫഖ്തു, അവനെ പൂർത്തീകരിച്ചപ്പോൾ, മനുഷ്യനെ സൃഷ്ടിപ്പ് പൂർത്തീകരിച്ചപ്പോൾ, വനഫഖ്തു ഫീഹി, അതിൽ നമ്മൾ ഊതി, മിർ റൂഹി, എന്റെ ആത്മാവിൽ നിന്ന് ഊതുകയും ചെയ്തപ്പോൾ, ഫഖഉ ലഹു സാജിദീൻ, അവരെല്ലാം സുജൂദിലായിട്ട് വീണ് കളഞ്ഞു. ഫഖാൻ വീണുപോയതാ, സാജിദീൻ, സുജൂദിലായിട്ട് എല്ലാവരും വീണുപോയി. ഫസജദൽ മലായികത്തു, മലക്കുകള് സുജൂദ് ചെയ്തു. കുല്ലുഹും, എല്ലാവരും, അജ്മഊൻ, എല്ലാവരും, അള്ളാഹുവിന്റെ കാര്യങ്ങൾക്കും കണ്ണുകൾക്കും വിഷയങ്ങൾക്കൊക്കെ കുല്ലുഹും അജ്മഊൻ, എല്ലാവരും വീണുപോയി. ഇന്ന ഇബ്ലീസ് ഇസ്തക്ബറ, അവൻ അഹങ്കരിച്ചു. വകാനമിനൽ കാഫിരീൻ, അവൻ ധിക്കാരികളുടെ കൂട്ടത്തിൽ ആയിത്തീരുകയും ചെയ്തു. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മനുഷ്യന്റെ ആദ്യമൊക്കെ തന്നെ മനുഷ്യനെ പ്രയാസപ്പെടുത്തുകയും വിഷമിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണ് ഇബ്ലീസ് എന്ന് പറയാം. അപ്പൊ പറയാണ്, ഇബ്ലീസെ മാ മനാക്ക, എന്താണ് നിന്നെ തടഞ്ഞത്? ലിമാഖലഖ്തു, ഞാൻ സൃഷ്ടിച്ച ഇതിനെ നിങ്ങളിതിനെ ഔന്നിത്യമുള്ളതാക്കാൻ നിങ്ങൾക്ക് എന്താണ് വഴി? ഞാൻ സൃഷ്ടിച്ചിട്ടും ഞാൻ പടച്ചനോട് സുജൂദ് ചെയ്യുന്നതിനെ കുറിച്ച് എന്റെ കൈകൊണ്ട്, ഞാൻ എന്റെ കൈകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ, ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു കളിമണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അതാണ് ഇബാ ഖലഖ്തു എന്ന് പറഞ്ഞത്. ഇമ്മയ്യദിക്ക, എന്റെ കൈകൊണ്ട്, ഇസ്തക്ബർത, നീ അഹങ്കരിച്ചു, അംകുന്തമിനൽ ആലിയൻ, നീ ഔന്നിത്യം നടിക്കുന്നവനായിരുന്നു. എന്നാൽ ഇബ്രാഹിം, ഇവിടെ പ്രവാചകനായ അള്ളാഹു അവരോട് പറയാണ്, നിങ്ങൾ ഈ എന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നതിന് പകരം നിങ്ങൾ എന്റെ കൈ കൊണ്ട് ഞാൻ അവനെ സൃഷ്ടിച്ചു, ആദമിനെ സൃഷ്ടിച്ചു. അങ്ങനെ നിങ്ങൾ അഹങ്കാരിയായി മാറി, അവൻ കുന്തമിനുള്ള ആര്യൻ മാറിയായി. കാലാവൻ പറഞ്ഞു, അന ഖൈറും മിൻഹു, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. മിന്നാരിൻ, തീയിനേക്കാൾ. ഖലഖ്തനീ മിന്നാർ, തീ കൊണ്ടാണ് നീ അവനെ സൃഷ്ടിച്ചത്. അന ഖൈറും മിൻഹു, പിശാച് പറയാണ്, അന ഖൈറും മിൻഹു, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. ഖലഖ്തനീ, നീ എന്നെ സൃഷ്ടിച്ചു, മിന്നാരിൻ, തീ കൊണ്ട് സൃഷ്ടിച്ചു. വഖലഖ്തഹു മിൻ തീൻ, കളിമണ്ണിൽ നിന്നും അവനെ സൃഷ്ടിച്ചു. ആ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത് എന്റെ കഴിവ് കൊണ്ടല്ല, ഞാനാണ്. വഖലഖ്തഹു മിൻ തീൻ. കാലവൻ പറഞ്ഞു, ഫഖ്റുജ്, നീ പോവുക, ഫഇന്നക റജീം, നീ എല്ലാത്തിനും ശപിക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് നീ അവന് പോകുക. വഇന്ന അലൈക ലഅനതി, എന്റെ ലഅനത്ത് നിനക്ക് ബാധകമാകും. യൗമദ്ദീൻ, വിധിദിനം ദിവസം എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും വിധി പറയുന്ന, എല്ലാ കാര്യങ്ങൾക്കും അവസാനമായി വിധി പറയുന്ന ആ ദിവസം അവരെല്ലാവരും അവിടെ വരും. കാലം പറഞ്ഞു, റബ്ബി നാഥ ഫദ്ദർനി, എന്നെ നീ പിന്തിച്ചു വരണം. ഇലാ യൗമി യുബ്അസൂൻ, എഴുന്നേൽപ്പ് നാൾ വരെ എന്നെ നീ അവസാനിപ്പിക്കണം. ഫദ്ദർനി ഇലാ യൗമി യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പ് ദിവസം അവരെന്നെ, ഫദ്ദർനി, എന്നെ വീഴ്ച തരണം. ഇലാ യൗമി യുബ്അസൂൻ, മുൻകരിക്കപ്പെടുന്ന ദിവസം വരെ. കാലവൻ പറഞ്ഞു, ഫഇന്നക മിനൽ മുൻദരീൻ, അതെ, ഞാൻ നിനക്ക് തന്നേക്കാം. മുൻദരീൻ, എല്ലാവരും എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ
നിന്നെയും ഞാൻ വിട്ടേന്നേക്കാം. അതുകൊണ്ട് നീ നീ കൂടുതൽ നന്മ ചെയ്യണം. അതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഇലായോമിൽ വക്തിൽ മഴലവും അറിയപ്പെട്ട ദിവസം വരെ അവൻ ജീവിക്കാൻ തുടങ്ങി. അള്ളാഹു പറഞ്ഞു, അഭിയസിക്കാൻ നിന്റെ പ്രതിഫലം തന്നെയാണ് സത്യം. ലൗബിയന്നഹും തീർച്ചയായും ഞാൻ നിന്നെ ഞാൻ വഴിപഴപ്പിക്കും. അജ്മഈൻ എല്ലാവരെയും ഞാൻ വഴിപഴപ്പിക്കും. അപ്പോ മൂസാ നബി ഈ ഇബ്ലീസ് പറയാണ്, ഞാൻ എല്ലാ കാലവും അങ്ങനത്തെ ജീവിപ്പിക്കുകയാണെങ്കിൽ, ദിനം വരെ ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഞാൻ അവനെ വഴിപഴപ്പിച്ചു എല്ലാറ്റിനെയും അവൻ പോയി കളയും. അഭിയസിക്കാൻ നിന്റെ പ്രതാപ ദിവസം വരെ തൗബിയന്നഹും നിങ്ങളെ ഞാൻ പരിവേൽപ്പിച്ചു കളയും. അജ്മഈൻ എല്ലാവരെയും. ഇല്ലാഹിബാദക്ക മിൻഹുൽ മുഖ്ലസീൻ നിന്റെ നിഷ്കളങ്കമായ ദാസന്മാരൊഴിച്ച് എല്ലാവരെയും. ഇല്ലാഹിബാദക്ക മിൻഹും അൽ മുഖ്ലസീൻ നിഷ്കളങ്കരായ. ഇത് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പൂർണ്ണമായും അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ സന്നദ്ധനായി മുന്നോട്ട് വരുന്ന അവരൊഴിച്ച്, അവരെ ഇല്ലാഹിബാദക്ക നിന്റെ ദാസന്മാരൊഴിച്ച്, നിന്റെ ദാസന്മാർ അൽ മുഖ്ലസീൻ നിഷ്കളങ്കരായ ആ ദാസന്മാര് അവരെ ഒഴിവാക്കാൻ നിനക്ക് സാധിക്കും. അവരെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ളവരെല്ലാവരെയും നീ പരിവർത്തിച്ചാലും ഞാൻ മുഖെ പിടിക്കുന്നു. സത്യം എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞതാണ് സത്യം. അംല ജഹന്നമ തീർച്ചയായും ഞാൻ നരകത്തെ വീഴ്ത്തുക തന്നെ ചെയ്യും. അംല ജഹന്നമ നരകത്തെ ഞാൻ ഇറക്കുക തന്നെ ചെയ്യും. നിന്നിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നിന്റെ വർഗത്തിൽപ്പെട്ട എല്ലാ ആളുകളെയും നിന്നെയും ഞാൻ നിറക്കും. ജഹന്നമ നരകത്തെ ഞാൻ നിറക്കും. നിന്നിൽ നിന്ന് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉള്ള എല്ലാ ആളുകളെയും കൊണ്ട് ഞങ്ങൾ നരകത്തെ നടക്കുക തന്നെ ചെയ്യും. ഒമിമ്മൻ തബിയൊക്കെ നിന്നെ പിന്തുടരുന്നവരോടും നിന്നും അജ്മഈൻ നിന്നെ പിന്തുടരുന്നവരെയും ഞാൻ ഒന്നിച്ച് നടക്കും. അങ്ങനെ അവൻ പറഞ്ഞു, മാസ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, മിൻ അജ്രിൻ ഒരു പ്രതിഫലം ചോദിക്കുന്നില്ല. ഒമാ അന മിനൽ മുത്തക്കല്ലിഫീൻ ഞാനല്ല മിനൽ മുത്തക്കല്ലിഫീൻ അപരാധ്യക്കാരനല്ല. അതും നമ്മുടെ ജീവിതത്തിലില്ല. അങ്ങനെ നല്ലവരായി ജീവിക്കാൻ സാധിക്കും. ഇൻഹുവ ഇല്ലാതിക്കുറും ഇല്ലാലമീൻ ഇൻഹുവ ഇവരല്ല ഇല്ലാതിക്കുറും ഉത്ബോധനമല്ലാതെ അല്ല ഇല്ലാലമീൻ ലോകരേക്കാവ്. അതുപോലെ മുന്ന തീർച്ചയായും നിങ്ങൾ അറിയും നബാഹു അതിന്റെ വാർത്ത ബാദഹീൻ അല്പസമയം ഒഴിച്ചു നിർത്തിയാൽ നിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിച്ചുകൊണ്ട് ജീവിക്കുക. എന്നാൽ ആദം നബി അലൈഹി സ്വലാമിന്റെ കഥ പറഞ്ഞെടുത്ത് ആദമിനെ സൃഷ്ടിച്ചതും അതുപോലെ അതിന്റെ മക്കൾ സൃഷ്ടിച്ചതും ഒക്കെ അള്ളാഹു തആല പറഞ്ഞു. അതിൽ ആദമിന്റെ മക്കളെ അവൻ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണെന്നും അതുപോലെ തീയിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ മണ്ണ് എന്ന് പറഞ്ഞാൽ നിർമ്മാണാത്മകമായ കഴിവാണ് മണ്ണിനുള്ളത്. അതുപോലെ അക്കൂരു ഞാൻ പറയുന്നു അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവാണ് ഉണ്ടാകുക. അതുകൊണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് സന്നദ്ധമായാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പ്രയാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും പുറത്തു തരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു വരുന്ന കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്തി അള്ളാഹു തആല എല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. വാഹു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.